ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ JB ക്രിയേഷൻ ആർട്സ് ആൻഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എൻ്റെ ഡെൻഡോർപി മിനിയേച്ചർ ഓർക്കിഡ്സിനെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. പൂക്കളുടെ മനോഹാരിത കൊണ്ട് ആദ്യം ആകർഷിക്കുന്ന ഒരു പ്ലാന്റാണ് ഓർക്കിഡ്സ്. ഒരുപാട് ഓർക്കിഡ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നാൽ മോസ്റ്റ് കോമൺ വെറൈറ്റിയാണ് ഡെൻഡോർപിയം. ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പം വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റാണ് ഡെൻഡോർപിയം. ഡെൻഡോർപിയം ഓർക്കിഡിൻ്റെ തന്നെ മിനിയേച്ചർ ഓർക്കിഡിനെയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. മിനിയേച്ചർ ഓർക്കിഡുകൾ കാഴ്ചയിൽ വളരെ ചെറിയ പ്ലാന്റ് ആയിരിക്കും. ഇവയുടെ ഇലകൾ സ്റ്റെമ്മിൻ്റെ അറ്റത്തായി അടുത്തടുത്താണ് വളരുന്നത്. സാധാ ഡെൻഡോർപിയം ഓർക്കിഡ്സും മിനിയേച്ചർ ഓർക്കിഡ്സും തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിൽ ഇവയുടെ സ്റ്റെമ്മുകൾക്ക് വലിപ്പം കൂടുതലായിരിക്കും. ഇവയുടെ ഇലകൾ ഗ്യാപ്പിട്ടാണ് വളർന്നു വരുന്നത്. ഇവയ്ക്ക് ഒരു സ്റ്റെമ്മിൽ നിന്ന് 1-2 പൂക്കുലകളാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ മിനിയേച്ചർ ഓർക്കിഡ്സിന് ഒരു സ്റ്റെമ്മിൽ നിന്ന് തന്നെ ഒരുപാട് പൂക്കുലകൾ ഉണ്ടാകാറുണ്ട്. പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് വളർത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാന്റാണ് ഡെൻഡോർപിയം മിനിയേച്ചർ ഓർക്കിഡ്സ്. മിനിയേച്ചർ ഓർക്കിഡ്സിന് ഡയറക്റ്റ് സൺലൈറ്റ് അത്യാവശ്യമാണ്. ഇവയ്ക്ക് നല്ല ഹ്യൂമിഡിറ്റി കിട്ടുന്നതും നല്ല എയർ സർക്കുലേഷൻ കിട്ടുന്നതുമായ ഏരിയയാണ് ഇവയ്ക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇവയുടെ വാട്ടറിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ വേനൽക്കാലത്ത് ഡെയിലി 2 നേരം വെള്ളം ഒഴിക്കണം. മഴയുള്ള ദിവസങ്ങളിൽ ഒന്നിടവിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. ആഴ്ചയിൽ ഒരു ദിവസം കെമിക്കൽ ഫെർട്ടിലൈസറോ ഓർഗാനിക് ഫെർട്ടിലൈസറോ ഏതെങ്കിലും ഒരെണ്ണം കൊടുക്കാവുന്നതാണ്. ഓർഗാനിക് ഫെർട്ടിലൈസറും കെമിക്കൽ ഫെർട്ടിലൈസറും ഞാൻ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ കൂടുതലായി ഞാൻ ഓർഗാനിക് ഫെർട്ടിലൈസറാണ് ഉപയോഗിക്കാറുള്ളത്. മഴക്കാലങ്ങളിൽ ഓർഗാനിക് ഫെർട്ടിലൈസർ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. മഴക്കാലത്ത് ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുത്താൽ ഫംഗൽ ഇൻഫെക്ഷൻ മൂലം ചെടി നശിച്ചു പോകാൻ ഇടയുണ്ട്. ചെടിയുടെ വളർച്ച അനുസരിച്ചാണ് നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കേണ്ടത്. ചെറിയ കുഞ്ഞ് ബേബി പ്ലാന്റ്സിനൊക്കെ ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസറാണ് കൊടുക്കേണ്ടത്. മെച്യൂർ ആയതിനു ശേഷം ബ്ലൂമിങ്ങിനുള്ള ഫെർട്ടിലൈസർ കൊടുക്കാവുന്നതാണ്. ഓർക്കിഡിനുള്ള ബെസ്റ്റ് ഫെർട്ടിലൈസറാണ് NPK. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇവയെല്ലാം ഇതിനടങ്ങിയിട്ടുണ്ട്. ഇതിലുള്ള ആഡഡ് മൈക്രോ ന്യൂട്രിയൻസ് പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനും ബ്ലൂമിങ്ങിനും നല്ലതാണ്. നൈട്രജൻ കണ്ടന്റ് കൂടുതലുള്ള ഫെർട്ടിലൈസറാണ് പ്ലാന്റിൻ്റെ ഗ്രോത്തിന് അപ്ലൈ ചെയ്യേണ്ടത്. ഗ്രോത്തിന് NPK 30-10-10യും ബ്ലൂമിങ്ങിന് NPK 13-27-77മാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഞാൻ കൊടുക്കുന്ന ഓർഗാനിക് ഫെർട്ടിലൈസറെ പറ്റി പറയുകയാണെങ്കിൽ തലേന്നുള്ള കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ഉപയോഗിക്കാറുള്ളത് ഇറച്ചി മീനും ഒക്കെ കഴുകിയിട്ട് അതിൻ്റെ വെള്ളം ഞാൻ ഇവയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ റൈസ് വാട്ടർ, അരി കഴുകിയ വെള്ളം ഞാൻ ഉപയോഗിക്കാറുണ്ട്. തേങ്ങാവെള്ളം പുളിപ്പിച്ചത് ഇരട്ടി വെള്ളം ചേർത്ത് ഞാൻ കൊടുക്കാറുണ്ട്. ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്ത വെള്ളം ഞാൻ ചെടിക്ക് ഒഴിക്കാറുണ്ട്. പിന്നെ പഴത്തൊലി, ഉള്ളിത്തൊലി, തേയിലക്കൊന്ത് ഇവയെല്ലാം കൂടെ തിളപ്പിച്ചിട്ട് ആ വെള്ളം ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. എപ്പോഴും ഓർക്കിഡ്സിന് വളങ്ങൾ കൊടുക്കുമ്പോൾ ലിക്വിഡ് ഫോമിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓർക്കിഡിൻ്റെ പോട്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ദ്വാരമുള്ള ചട്ടികളാണ് നമ്മൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. ചെറിയ പ്ലാന്റ്സ് നടാൻ ചെറിയ പോട്ടാണ് ഏറ്റവും നല്ലത്. ഞാൻ നിങ്ങളെ പോട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടി മിനിയേച്ചർ കോമ്പാക്റ്റത്തിൻ്റെ ഒരു കിക്കിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പോട്ട് മിക്സായി ചകിരി, ചുടുകട്ട അല്ലെങ്കിൽ ഓടിൻ്റെ പീസ്, കരിക്കട്ട, തൊണ്ടിൻ്റെ പീസ് ഇവയൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഡ്രെയിനേജ് കിട്ടാൻ ആദ്യം തന്നെ ഞാൻ ചുടുകട്ടയാണ് ഇടുന്നത്. അതിനുശേഷം കരിക്കട്ട, തൊണ്ട്, ചകിരി ഇവയൊക്കെ വെച്ചാണ് പ്ലാന്റ് ചെയ്യുന്നത്. ഇവിടെ നല്ല വെയിൽ കൂടുതലായതുകൊണ്ടാണ് ഈർപ്പം നിലനിർത്താൻ വേണ്ടി ചകിരിയും തൊണ്ടിൻ്റെ പീസുകളും ഉപയോഗിക്കുന്നത്. ചെടി നടുമ്പോൾ അതിൻ്റെ മൂട് ഇളകാത്ത രീതിയിൽ വേണം ചെടി നടാൻ. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.